നമസ്കാരം. നമസ്കാരം. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പ് പരിവാരത്തിൽ എത്തി നിൽക്കും. കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചത് LDF ആണ്. അപ്പൊ ആ വാർഡ് നിലനിർത്തുക എന്നുള്ളത് LDF സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന CPM സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം വിജയ സാധ്യത കാണും? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ വിജയമാണ്, വലിയ ഭൂരിപക്ഷം പൂങ്കോട് ബൈ ഇലക്ഷനിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. പ്രധാനമായിട്ടും അവിടെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ശ്രീജാകുമാരി ഇപ്പോ ആരോഗ്യവകുപ്പിൽ തൊഴിൽ കിട്ടിപ്പോയതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അംഗം രാജിവെക്കേണ്ടതായി വന്നതും തുടർന്ന് അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. സ്വാഭാവികമായും കഴിഞ്ഞ 4 വർഷക്കാലമായി ഒരു പഞ്ചായത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആ വാർഡുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നത്. അതുമാത്രമല്ല, ആ വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പൂർത്തിയാക്കിക്കൊണ്ട് അവരുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് തുടർച്ചയായി LDF കിട്ടുന്ന വിജയത്തിന്റെ കൂടി കണക്കാണ്. ഈ വാർഡ് രൂപീകരിച്ചതിന് ശേഷം, ഈ വാർഡ് വന്നതിന് ശേഷം ഇടതുപക്ഷം മാത്രമാണ് അവിടെ ജയിച്ചത്. ഇത് പ്രധാനമായിട്ടും ഇപ്പോ ഉള്ള കണക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും കോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ നമ്മൾ ഒരവസരത്തിൽ ഏതേതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് അക്കമിട്ട് പറയാം. അവിടെ പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന റോഡ് വികസനം ഇപ്പോഴും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പ്രവർത്തനങ്ങൾ ടെൻഡർ നടപടികൾ കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ചടയമംഗലം നിവാസികളുടെ തന്നെ ഒരു ചിരകാല സ്വപ്നമായിരുന്ന കുഞ്ഞയ്യപ്പ ക്ഷേത്രം റോഡ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ, അതായത് മകരവിളക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. ഞങ്ങളുടെ ചടയമംഗലത്തിൽ നിന്ന് പെട്ടെന്ന് ആ വാർഡിന്റെ ഏറ്റവും സെന്റർ ഭാഗമായിട്ടുള്ള നടുക്കുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീജ മുൻകൈയെടുത്തുകൊണ്ട് ഒരു പുതിയ റോഡ് ഫോം ചെയ്ത് അത് കോൺക്രീറ്റ് ചെയ്ത് ഇനി കുറച്ച് ഭാഗം കൂടി ചെയ്യുവാൻ, അതും ഞങ്ങൾ എസ്റ്റിമേറ്റ് എല്ലാം എടുത്ത് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പദ്ധതി ഈ കുടിവെള്ള ക്ഷാമം പ്രശ്നമാണ്. അപ്പൊ 2-3 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെറുകിട കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നതിനും, അതുപോലെ തന്നെ ഇളവക്കോട് നേരത്തെ ഈ ചിതറയില്ല വെള്ളമായിരുന്നു വന്നുകൊണ്ട് ഇളവക്കോട്ട് കുറച്ച് പ്രദേശത്ത് കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ ഈ ചിതറയുടെ അവിടുന്നാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായും എല്ലാ ദിവസവും ഈ ആളുകൾക്ക് വെള്ളം കിട്ടില്ല. അപ്പൊ അത് മുൻകൈയെടുത്ത് പഞ്ചായത്ത് അംഗം തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ആ പൈപ്പ് മാറ്റി വലിയ പൈപ്പ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിച്ച് പുതിയ പമ്പ് ഹൗസിൽ നിന്ന് ഇപ്പൊ അവർക്ക് ധാരാളം വെള്ളം. അപ്പൊ ഞാനിത് പറഞ്ഞത്, അങ്ങനെ ആ വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടുക, ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു 6 മാസം ആയുള്ള ഒരു ബൈ ഇലക്ഷൻ ജനങ്ങൾ നടന്നിട്ട് ആ ബൈ ഇലക്ഷനിൽ എന്താ സംഭവിച്ചത്? 20 വോട്ടിന് LDF നിന്ന് നഷ്ടപ്പെട്ട സീറ്റ് 250 വോട്ടിന് ഞങ്ങൾ തിരിച്ചുപിടിക്കുകയാണ്. അപ്പൊ ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ എപ്രകാരമാണോ ഇടപെടുന്നത് എന്നുള്ളത് ഈ വാർഡിലെയും അതുപോലെ ഇന്ന് ഈ പഞ്ചായത്തിലെയും വോട്ടർമാർക്ക് നന്നായിട്ടറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഞാൻ പറഞ്ഞില്ല, വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനായാലും വിധവാ പെൻഷനായാലും വാർദ്ധക്യ പെൻഷൻ, ഇങ്ങനെ പാവപ്പെട്ട ജനവിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ അതെല്ലാം ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടർച്ചയായി അധികാരത്തിൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേമ പെൻഷനുകളെല്ലാം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചതും 1 രൂപ മുടക്കമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 350 ആളുകൾ ആ വാർഡിൽ തന്നെയുള്ള ഗുണത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. അവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കത്തുള്ളൂ.
ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുകൂലമായല്ലേ ചിന്തിക്കത്തുള്ളൂ. ഇതെല്ലാം തന്നെ നമ്മുടെ വിജയത്തിന് നല്ല ആക്കം കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇതുവരെ സാക്ഷി ചാനലുമായി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള D. ജയകുമാറാണ്. പാർട്ടി സമ്മേളനവും തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് വിലപ്പെട്ട സമയങ്ങൾ സാക്ഷിയുമായി ചെലവഴിച്ചതിൽ സന്തോഷം.